ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഉമ്മി ആൻഡ് മീ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷായ ചോലെ ഭട്ടൂരയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ഇത് വെള്ളക്കടലയാണ്. ഇതൊരു 5 മണിക്കൂറോളം കുതിർത്ത് വെച്ച വെള്ളക്കടലയാണ്. ഇത് കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വൃത്തിയാക്കി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കടല കവർ ചെയ്യണ രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5-6 വിസിൽ വന്നേരം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി കടല കുക്കാവണ സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ മസാല റെഡിയാക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 3 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്താണ്. കാരണം നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി ട്ടോ. എന്നിട്ട് സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, ഇനി 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ ഒക്കെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട, കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് തക്കാളി ഒന്ന് വഴന്നു വരുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് സമയമൊന്നും വഴറ്റണ്ട. ഇപ്പോൾ ഇതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ഇനി നമുക്ക് ബട്ടൂര റെഡിയാക്കാം. ബട്ടൂരയ്ക്ക് വേണ്ടി ഞാൻ ഈ ഒരു കപ്പ് അളവിലാണ് പറയുന്നത്. ഈ ഒരു കപ്പ് അളവിൽ 1.5 കപ്പ് മൈദ, 1/2 കപ്പ് ഗോതമ്പ് പൊടി. ഇപ്പൊ ഞാൻ ഗോതമ്പും മൈദയും മിക്സ് ചെയ്താണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ മൈദ അല്ലെങ്കിൽ ഫുൾ ഗോതമ്പ് എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇനി 4 ടേബിൾ സ്പൂൺ തൈര്, അധികം പുളിയില്ലാത്ത തൈര്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈര് ചേർത്തേക്കണോണ്ട് ഒരുപാട് വെള്ളം നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നോർമൽ വെള്ളമാണ്, ചൂടുവെള്ളമൊന്നും അല്ല. ഇത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുകളിൽ ഒന്ന് ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് നമുക്കിത് 2-2.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ബോൾസ് ആക്കാം. ഇനി കടലയൊക്കെ നമുക്ക് കുക്കായോ നോക്കാം. ഇപ്പം എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇപ്പം ആ സമയത്ത് നമ്മുടെ മസാലയും ചൂടാറിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ഈ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കടല വെള്ളത്തോട് കൂടി തന്നെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വന്നതിനാൽ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചോലെ കറിയാണ്. ഇനി അതിന്റെ മുകളിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇതാ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൂര റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിത് ബോൾസ് ആക്കാം. ഇത് അത്യാവശ്യം വലിയ ബോൾസ് ആക്കി തന്നെ എടുക്കണം. അപ്പൊ ഈ ഒരു മാവ് കൊണ്ട് 7 ബോൾസ് ആണ് ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പൂരിയൊക്കെ ചുടണ പോലെ തന്നെയാണ് ഇത്. പക്ഷെ ഇത് അത്രക്ക് തിന്നാക്കരുത്, പൂരി പോലെ കുറച്ചൊരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഇപ്പൊ നമുക്ക് എത്രത്തോളം വലിയ ബട്ടൂര വേണോ അതിനനുസരിച്ച് ബോൾസ് ആക്കി എടുക്കാം കേട്ടോ. ഇപ്പൊ ഞാനൊരു മീഡിയം സൈസ് ബട്ടൂരാസ് ആണ് ഇപ്പൊ റെഡിയാക്കുന്നത്. അപ്പൊ ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് നന്നായി ചൂടാന് ശേഷം ഇപ്പൊ ബട്ടൂര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടാന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ബട്ടൂര ഇടാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും.
ഇപ്പോൾ ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ബാക്ക് സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബട്ടൂര റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ചൂടോടുകൂടി തന്നെ കഴിക്കണം. കുറച്ച് നേരം തണുത്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കട്ടിയായി പോവും. ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആണ് ബട്ടൂരയുടെ. ഇപ്പോൾ ഇതാ നമ്മുടെ കറിയും ബട്ടൂരയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസ് ഒക്കെ അറിയിക്കണം. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.